പാലക്കാട് ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ മുക്കുപണ്ട പണയ തട്ടിപ്പ്. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, തെങ്കുറിശ്ശി മുൻ CPM ലോക്കൽ കമ്മിറ്റി അംഗം എന്നിവർ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തു. 27 ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ്. ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളത് സ്ഥിരീകരിക്കാൻ വേണ്ടി ഈ സ്വർണം പരിശോധിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യതയുള്ള ആളുകളെ കൊണ്ടുപോയി ഇതിന്റെ നിജസ്ഥിതി അറിയുക എന്നുള്ളതാണ്. അത് അന്ന് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ പണയം വെച്ച സ്വർണം വ്യാജമാണ് എന്ന് അറിഞ്ഞ വഴി തന്നെ നമ്മുടെ ഭരണസമിതി എന്ന നിലക്ക് അടിയന്തരമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ MDക്ക് നിർദ്ദേശം നൽകുകയും അത് അന്ന് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടി നന്ദഗോപാൽ വിവരണം അയച്ചിരുന്നു. നന്ദു, ഇതെന്താണ് സംഭവം? അജിംസ്, ഈ കഴിഞ്ഞ 2024 മുതൽ 2025 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. 34 തവണയാണ് ഇവിടെ ഈ മുക്കുപണ്ടം ഉപയോഗിച്ച് 27 ലക്ഷം രൂപ ഇവർ തട്ടുകയും ചെയ്തത്. ഈ ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ്, ഒപ്പം തന്നെ കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ഈ തേങ്കുറിശ്ശി മുൻ CPM ലോക്കൽ കമ്മിറ്റി അംഗം, ഒപ്പം ഇവരുടെ ഒരു മകൻ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. അതായത് CPM തേങ്കുറിശ്ശി മുൻ ലോക്കൽ സെക്രട്ടറി ആയ വാസുദേവൻ, ഇദ്ദേഹത്തിന്റെ ഭാര്യയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ലക്ഷ്മി ദേവി, മകൻ വിവേക് എന്നിവരാണ് ഈ മുക്കുപണ്ടം ബാങ്കിൽ കൊണ്ടുകൊടുത്തത്. ഈ ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റായ മോഹനകൃഷ്ണനാണ് ഇത് തിരിമറി ചെയ്യുന്നതിന് വേണ്ടി കൂട്ടുനിൽക്കുകയും ചെയ്തത്. ഈ മോഹനകൃഷ്ണന്റെ സഹോദരിയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ലക്ഷ്മി ദേവിയും. അപ്പോൾ ഈ ബാങ്കിലെ ബന്ധപ്പെട്ട അധികൃതർ, അതായത് മാനേജർ ഉൾപ്പെടെയുള്ളവർ പുറത്തു പോകുന്ന സമയത്ത് ഈ സീനിയർ അക്കൗണ്ടന്റിനാണ് ചുമതലയുണ്ടാവുക. ഈ സമയത്താണ് മുക്കുപണ്ടം കൊണ്ടുവന്ന ഇവർ പണം മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. സംശയം തോന്നിയ ബാങ്ക് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പ് തെളിയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്കായി ബാങ്ക് തെളിവുകൾ നൽകിയിട്ടുമുണ്ട്. അതിനുശേഷം നടപടികൾ ഉണ്ടാകും.